പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനെ പറ്റിയാണ്. ഒന്നാമതായി, പരിശുദ്ധാത്മാവ് തൻ്റെ കൃപാവരം കൊണ്ട് മറിയത്തെ സജ്ജീകരിച്ചു. സർവപരിശുദ്ധിയും നിത്യകന്യകയും ദൈവത്തിൻ്റെ അമ്മയുമായ മറിയം സമയത്തിൻ്റെ തികവിൽ പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നിർവഹിക്കുന്ന ദൗത്യത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ട ഫലമാണ്. രക്ഷാകര പദ്ധതിയിൽ ആദ്യമായി ഈശോയ്ക്കും പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ഉത്കൃഷ്ടമായ ഒരു വാസസ്ഥാനം പിതാവായ ദൈവം മറിയത്തിൽ കണ്ടെത്തി. രണ്ടാമതായി, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ അനുസരിക്കുന്ന മറിയത്തെ നമുക്ക് വചനത്തിൽ കാണാം. സാത്താനെ അനുസരിക്കുന്ന പഴയ നിയമത്തിലെ ആദ്യത്തെ ഹവ്വായുടെ സ്ഥാനത്ത് രണ്ടാമത്തെ ഹവ്വായായ പരിശുദ്ധ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ വിട്ടുകൊടുക്കുന്നു. വീണ്ടും അസാധ്യ കാര്യങ്ങളിലെ ശാന്തതയും മൗനവും മറിയത്തിൽ കാണാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-35 മറിയം ദൂതനോട് പറയുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മാനുഷികമായി ചിന്തിച്ചാൽ ഒരാൾക്കും അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ സാധിക്കാത്ത ഒന്നാണ് പുരുഷനെ അറിയാത്ത കന്യകയായ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക എന്നുള്ളത്. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു ചെറിയ ചോദ്യത്തിന് ഉത്തരമായി ലൂക്ക 1:35 കേട്ടതിന് ശേഷം ലോകം അസാധ്യം എന്ന് കരുതുന്ന കാര്യമായിട്ടും പരിശുദ്ധ അമ്മ അസാധാരണമായ ശാന്തതയോടും മൗനത്തോടും കൂടി പിതാവിൻ്റെ ഇഷ്ടം സ്വീകരിക്കുന്നത് നാം കാണുന്നു. തുടർന്ന് പരിശുദ്ധ അമ്മയിലൂടെ എലിസബത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41 മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായതുകൊണ്ട് അമ്മയുടെ സാമീപ്യം മറ്റുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നു. വീണ്ടും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതം. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയുന്ന അമ്മയുടെ സ്തോത്രഗീതത്തിലും പരിശുദ്ധാത്മാ നിറവ് നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെ കരുണ ദൈവജനത്തിൻ്റെ മേൽ അളവില്ലാതെ ചൊരിയപ്പെടുന്നതിനെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാ നിറവിൽ കണ്ടുകൊണ്ട് നന്ദി പറയുന്നത് പോലെ ഉദാശകളിലൂടെ ദൈവകരുണയും ആത്മാവിൻ്റെ നിറവും നമ്മിലേക്ക് ചൊരിയുന്ന ദൈവത്തിന് അമ്മയോട് ചേർന്ന് നന്ദി പറയാൻ ഈ പെന്തക്കോസ്തായിലൂടെ നമുക്ക് സാധിക്കണം. വീണ്ടും കാനായിലെ കല്യാണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. തൻ്റെ പ്രിയപുത്രനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സമയമായി എന്ന് പരിശുദ്ധാത്മാവ് നിറവിൽ അമ്മ മനസ്സിലാക്കുന്നു. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു പ്രതിവചിക്കുന്നുണ്ടെങ്കിലും അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന് അമ്മ പരിചാരകരോട് പറയുന്നത് ആത്മാവിൽ പ്രേരിതയായാണ്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യപടി പരിശുദ്ധ അമ്മയിലൂടെയുള്ള ഒരു പരിശുദ്ധാത്മാ പ്രവർത്തനമാണ്. തുടർന്ന് കാൽവരിയിലെ പരിശുദ്ധാത്മാവ് ശക്തി പരിശുദ്ധ അമ്മയിലൂടെ കാണാം. സ്വന്തം പുത്രൻ കൺമുൻപിൽ പീഡിപ്പിക്കപ്പെടുന്നതും വധിക്കപ്പെടുന്നതും ഒരു അമ്മയ്ക്കും സാധാരണഗതിയിൽ കണ്ടു നിൽക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ആന്തരിക ആത്മാവിനെ ശക്തിപ്പെടുത്തി കുരിശിൻ ചുവട്ടിൽ
ശാന്തതയോടും സമചിത്തതയോടും കൂടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം മറ്റു 11 ശിഷ്യന്മാരും ഓടി ഒഴിച്ചപ്പോഴും യോഹന്നാന് മാത്രം ലോകരക്ഷാകര ദൗത്യത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ പരിശുദ്ധ അമ്മയിലുള്ള പരിശുദ്ധാത്മാ ശക്തിയുടെ സാന്നിധ്യം യോഹന്നാനിലേക്ക് പകർന്നുകൊണ്ടാണ്. വീണ്ടും പന്തക്കുസ്ത നിറവിൽ പരിശുദ്ധ അമ്മയോടൊപ്പം. പന്തക്കുസ്ത പ്രഭാതത്തിൽ ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ലീഹന്മാരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സഭയ്ക്ക് ആരംഭം കുറിച്ച ആ സന്ദർഭത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും നിറവുള്ള പരിശുദ്ധ അമ്മ അവിടെ സന്നിഹിതയായിരുന്നു എന്ന കാര്യം പ്രത്യേകം നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരേണ്ടതാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയും നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യവും പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥവുമാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ ഒഴുക്കിനുള്ള ഒരു സുപ്രധാനമായ കാരണം. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ഭൂമിയിൽ പരിശുദ്ധ അമ്മയിലാണല്ലോ അങ്ങയുടെ നിറവ് ആദ്യം പൂർണ്ണമായത്. ആ അമ്മയുടെ സാമീപ്യമാണല്ലോ എലിസബത്തും സ്നാപക യോഹന്നാനും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ കാരണമായത്. ആ അമ്മയുടെ മധ്യസ്ഥം തന്നെയാണല്ലോ സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാക്കിയതും. ആ അമ്മയുടെ മധ്യസ്ഥത്താൽ ഞങ്ങളും ഈ പന്തക്കുസ്തായിലൂടെ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയുകയും സ്ലീഹന്മാരും സഭയും അമ്മയുടെ സഹായം തേടുന്നതുപോലെ ഞങ്ങളും അനുദിന ജീവിതത്തിൽ അമ്മയുടെ തണലിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ.